നമസ്കാരം. 140 ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വെള്ളാപ്പള്ളി നടേശനടക്കമുള്ള SNDP യോഗ ഭാരവാഹികളെ അയോഗ്യരാക്കിയ നടപടി സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. സംസ്ഥാനത്ത് പാചകവാതക വിതരണത്തിൽ വലിയ മാറ്റത്തിനൊരുങ്ങി പൊതുമേഖലാ ഓയിൽ കമ്പനികൾ. പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി ജനങ്ങളോട് മാപ്പ് പറഞ്ഞു വേണം വോട്ട് ചോദിക്കാനെന്ന് CPIM നേതാവ് AK ബാലൻ. വിമതനായി മത്സരിക്കാനില്ലെന്ന് സഞ്ജയ് ഗാൻ. കേരളത്തിനെതിരെ കേന്ദ്ര ധനമന്ത്രി പാർലമെന്റിൽ. വാർത്തകൾ വിശദമായി. വെള്ളാപ്പള്ളി നടേശനടക്കമുള്ള SNDP യോഗ ഭാരവാഹികളെ അയോഗ്യരാക്കിയ നടപടി സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. ഭാരവാഹികളെ അയോഗ്യരാക്കിക്കൊണ്ടുള്ള സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തത്. അയോഗ്യത നടപടി തടഞ്ഞ സാഹചര്യത്തിൽ വെള്ളാപ്പള്ളി നടേശൻ, തുഷാർ വെള്ളാപ്പള്ളി, അരയാക്കണ്ടി സന്തോഷ് ഉൾപ്പെടെയുള്ളവർക്ക് ഇനി ഡയറക്ടർ ബോർഡ് പദവിയിൽ തുടരാം. മാർച്ച് 16-നാണ് SNDP യോഗ ഭാരവാഹികളെ അയോഗ്യരാക്കിയ സംഭവത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചത്. കമ്പനി ആക്ടിന്റെ ലംഘനം നടന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് വെള്ളാപ്പള്ളി നടേശനെ SNDP യോഗ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും അയോഗ്യനാക്കി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നേരത്തെ ഉത്തരവിട്ടിരുന്നു. വെള്ളാപ്പള്ളിയെ കൂടാതെ പ്രസിഡന്റ് MN സോമൻ, വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങിയ എല്ലാ ഭാരവാഹികളെയും സ്ഥാനത്തു നിന്നും കോടതി അയോഗ്യരാക്കിയിരുന്നു. ഈ നടപടിയാണ് ഇപ്പോൾ സ്റ്റേ ചെയ്തത്. നിലവിൽ വീടുകളിൽ ലഭിക്കുന്ന 14.2 കിലോ സിലിണ്ടറുകളുടെ അളവ് കുറച്ച് 10 കിലോ സിലിണ്ടറുകൾ മാത്രമാക്കാനാണ് കമ്പനികളുടെ നീക്കം. ഗ്യാസ് ക്ഷാമം രൂക്ഷമായി തുടരുന്നതിനിടെയാണ് പുതിയ പരിഷ്കാരം വരുന്നത്. പാചകവാതക ക്ഷാമം പരിഹരിക്കാനെന്ന പേരിൽ സിലിണ്ടറുകളുടെ ഭാരം കുറയ്ക്കുന്നത് സാധാരണക്കാരുടെ ബജറ്റിനെ ബാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. നിലവിലുള്ള വലിയ സിലിണ്ടറുകൾക്ക് പകരം ചെറിയ സിലിണ്ടറുകളിലേക്ക് മാറുന്നത് വഴി വിതരണ ശൃംഖലയിൽ പ്രതിസന്ധി മറികടക്കാമെന്നാണ് കമ്പനികളുടെ കണക്കുകൂട്ടലെങ്കിലും ഇത് സിലിണ്ടറുകളുടെ വിലയിലും റീഫില്ലിംഗ് നിരക്കിലും എന്ത് മാറ്റമുണ്ടാകുമെന്ന് കമ്പനികൾ വ്യക്തമാക്കിയിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാരമ്പര്യം തുടരുമെന്നാണ് പിഷാരടി പറയുന്നതെന്നും കോൺഗ്രസിന്റേത് പരിഹാസ്യമായ സമീപനമാണെന്നും AK ബാലൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത കാര്യങ്ങൾ തുടരുമെന്നാണ് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി പറഞ്ഞത്. അത് കടന്ന കൈ ആയിപ്പോയി. 3 പീഡനവും ഗർഭ അലസിപ്പിക്കലും തുടരുമെന്നാണോ രമേശ് പിഷാരടി പറയുന്നതെന്ന് AK ബാലൻ ചോദിച്ചു. പുനലൂരിൽ കോൺഗ്രസ് വിമതനെ പിൻവലിച്ചതിൽ പ്രതിഷേധിച്ചാണ് സഞ്ജയ് ഖാൻ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. എന്നാൽ ഇപ്പോൾ KC വേണുഗോപാൽ നേരിട്ട് സംസാരിച്ചുവെന്നും UDFന്റെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്നാണ് സഞ്ജയ് ഖാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് പത്രിക നൽകാനിരിക്കവെയാണ് അപ്രതീക്ഷിത തീരുമാനം. ലീഗിനാണ് UDFൽ സീറ്റ് നൽകിയതെന്നും UDFന്റെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്നും സഞ്ജയ് ഖാൻ വ്യക്തമാക്കി. കേരള സർക്കാരിനെതിരെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ. കേരളത്തിന് അനുവദിച്ച പണം സ്വീകരിക്കാൻ പോലും സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും 311.95 കോടി രൂപ അനുവദിച്ചു. എന്നാൽ ഈ പണം പിൻവലിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു അപേക്ഷ പോലും ലഭിച്ചിട്ടില്ലെന്ന് നിർമ്മല സീതാരാമൻ ലോക്സഭയെ അറിയിച്ചു.